ഫോൾഡറുകളിൽ ചിലപ്പോൾ യാതൊരു സോഫ്റ്റ്വെയറുകളുടെയും അസോസിയേഷൻ ഇല്ലാതെ, സപ്പോർട്ടിംഗ് ഇല്ലാതെ ചില ഫയലുകൾ കാണാനായിട്ട് സാധിക്കും. ഇത്തരം ഫയലുകളുടെ ഐക്കണുകളിൽ അതിൻ്റെ ചിഹ്നം കാണാറില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഫയലിലൊന്നും ചിഹ്നങ്ങളില്ല. ഇതിൽ ചിഹ്നമുണ്ട്. ഇത് ഇൻ്റർനെറ്റ് ഫയലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, HTML ഫയലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിലൊന്നും ചിഹ്നങ്ങളില്ല. ഇത്തരം ഫയലുകൾ നമ്മൾ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ പ്രത്യക്ഷപ്പെടും. ഇവിടെ വിൻഡോസ് കനോട്ട് ഓപ്പൺ ദിസ് ഫയൽ എന്നാണ് പറയുന്നത്. കാരണം ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തതുമായ പ്രോഗ്രാമോ ആയി ഈ ഫയലുകൾക്ക് യാതൊരു അസോസിയേഷനും ഇല്ല എന്നാണ് പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, വെബിൽ അതിൻ്റെ കറക്റ്റ് പ്രോഗ്രാം ചെക്ക് ചെയ്തെടുക്കുക ഇൻ്റർനെറ്റിൽ. അതുപോലെ തന്നെ നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതിനായിട്ട് സെലക്ട് എ പ്രോഗ്രാം ഫ്രം ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റാൾഡ് പ്രോഗ്രാംസ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി വരുന്ന ഭാഗത്ത് നമുക്ക് കൊടുക്കാനാവുന്ന പരമാവധി സപ്പോർട്ട് ചെയ്യുന്ന ഫയലുകളുടെ ലിസ്റ്റിംഗ് ഇവിടെ കാണാവുന്നതാണ്. അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ആ ഫയലുകളുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബ്രൗസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇത്തരം ഫയലുകളെ സ്ഥിരമായി സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ചെക്ക് ചെയ്ത് കൊടുക്കുക. ഓൾവേസ് യൂസ് ദി സെലക്ടഡ് പ്രോഗ്രാം ടു ഓപ്പൺ ദിസ് കൈൻഡ് ഓഫ് ഫയൽ. ഇത്തരം ഫയലുകളെ എപ്പോഴും വേഡ് പാഡിലൂടെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ക്ലിക്ക് ചെയ്യുക. അതല്ല ഇതും തൃപ്തികരമല്ലെങ്കിൽ വെബിലൂടെ മറ്റൊരു സോഫ്റ്റ്വെയറിനെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ലുക്ക് ഫോർ അപ്രോപ്രിയേറ്റ് ഓപ്പറേഷൻ ഓർ പ്രോഗ്രാം ഓൺ ദ വെബ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെബിലൂടെ സെലക്ട് ചെയ്തെടുക്കാമെന്നാണ്. ഞാനിവിടെ വേഡ് പാഡ് അസോസിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഫയലുകളെല്ലാം വേഡ് പാഡ് എന്ന പ്രോഗ്രാമിലൂടെ അതിൻ്റെ കണ്ടൻറ്റ് തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫയലുകളും അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് കാണാം. നേരത്തെ അസോസിയേഷൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വളരെ അസോസിയേഷനായി. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ ഫയലുകൾ വേഡ് പാഡിലൂടെ തുറന്നു വരുന്നതായിട്ട്